കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI ഏറ്റെടുത്തിരിക്കുന്നത്. വളരെ അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയമായി തമസ്കരിച്ച മുന്നണിയാണ് സംഘപരിവാരത്തിൻ്റെ രാഷ്ട്രീയ മുന്നണി കേരളത്തിൽ. ആ രാഷ്ട്രീയ മുന്നണിക്ക് രാഷ്ട്രീയ പിൻബലമുണ്ടാക്കാൻ വേണ്ടിയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പുറംവാതിലുകളിലൂടെ നിയമനം നടത്താൻ സംഘികളായ ഗവർണർമാരെ കേരളത്തിനകത്ത് കൊണ്ടിരുത്തുന്നത്. എത്ര മനോഹരമായിട്ടാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം കഴിഞ്ഞ 9 വർഷക്കാലം മുന്നോട്ട് പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റി നാക് അക്രഡിറ്റേഷൻ 9ാമത് വന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു. MG യൂണിവേഴ്സിറ്റി മുന്നിൽ വന്നു. ക്യുസാറ്റ് മുന്നിൽ വന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ അഭിമാനമായ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുക എന്നത് രാജ്യം ഭരിക്കുന്ന RSSൻ്റെ ഉദ്ദേശമാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, ഈ രാജ്യത്ത് ഒരു മയിൽക്കുറ്റി പോലും ഉണ്ടാക്കാത്ത RSS ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എന്തിനാണ് തകർക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലോ ഈ രാജ്യത്തിൻ്റെ തന്നെയോ ചരിത്രത്തിൽ ഒരിടവുമില്ലാത്ത RSS വർത്തമാനകാലത്ത് ഈ രാജ്യമുണ്ടാക്കിയ എല്ലാ നന്മകളെയും തകർക്കാൻ ശ്രമിക്കുകയാണ്. 4-5 VCമാർ സംഘപരിവാരകാരായവർ അവർ കയറിയിരുന്ന് ഈ കേരളത്തിലെ സർവകലാശാലകളിൽ തോന്നിവാസം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. KUHSൻ്റെ VCയാണ് താൽക്കാലിക VCയായി ഈ കേരളത്തിൽ കൊണ്ട് നിയമിച്ചത്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ താൽക്കാലികക്കാരന് താൽക്കാലികക്കാരിയെ വെക്കുന്നത്? ഒരു ചരിത്രമില്ലാത്തതിൽ താൽക്കാലികക്കാരനായ ഒരു VCക്ക് താൽക്കാലികക്കാരിയായ ഒരു VCയെ കൊടുത്തിരിക്കുകയാണ്. ചക്കിക്കൊത്ത ചങ്കരിയാണ് RSSകാർ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. എന്താണ് അവരിവിടെ കാണിക്കുന്നത്? ഈ കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. വിദ്യാർത്ഥി വിഷയങ്ങൾ VCയുടെ മേശപ്പുറത്ത് അടഞ്ഞ കടലാസായി ഫയലുകളായിരിക്കുകയാണ്. അതൊന്നും ഒപ്പിടാൻ അവർക്ക് സമയമില്ല. അതിലൊന്നും തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമില്ല. അവരെന്താ കാട്ടിക്കൊണ്ടിരിക്കുന്നത്? ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുക. ഇവിടെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ പുറത്താക്കി, ഇവിടെ വിദ്യാർത്ഥി വിഷയങ്ങൾക്ക് വേണ്ടി സമരമുയർത്തുന്ന SFIക്കാരെ കൈകാര്യം ചെയ്ത്, ഇങ്ങനെ ഈ സർവകലാശാലക്കകത്ത് ഇരുന്നു പോകാം എന്നാണ് VCയും VCയുടെ രാജാവെന്ന് VC കരുതുന്ന ഗവർണറും വിചാരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ഗവർണർമാരെ, ഇത് കേരളമാണ്, ഓർത്തോളണം എന്ന് പറയാൻ SFI ആഗ്രഹിക്കുകയാണ്. ഇത് കേരളമാണ്, സമര പോരാട്ടങ്ങളുടെ പൈതൃകമുള്ള കേരളമാണ്. അങ്ങനെ RSSന് പുറംവാതിലൂടെ വന്ന് പിടിച്ചുകൊണ്ടുള്ള സമരക്കരുത്തല്ല ഈ കേരളത്തിൻ്റെ സമരക്കരുത്ത് നാടുകളുണ്ട്. അതിശക്തമായ സമരം SFI മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സന്ധിയുമില്ലാത്ത സമരം ഈ RSSനെതിരായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിച്ചമർത്താൻ ശ്രമിക്കുന്നവർക്കെതിരായി നടത്തും. ഇത് SFI വേഴ്സസ് ഗവർണർ സമരം. ഞങ്ങൾ ആവർത്തിച്ച് വീണ്ടും പറയുന്നു, ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. ഈ സമരം ഇപ്പോൾ ഇന്നത്തെ സമരം നമ്മൾ ഈ നിലയിൽ മാർച്ചെടുത്തു. നാളെ ഇപ്പോൾ പണിമുടക്കാണ്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും നാളെ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള സമരത്തിലാണ്. മറ്റന്നാൾ തുടർന്നുള്ള മാർച്ച് കേരള യൂണിവേഴ്സിറ്റിയിലേക്കും ഒപ്പം തന്നെ രാജ്ഭവനിലേക്കും തുടർന്ന് മാർച്ച് SFI നേതൃത്വത്തിൽ ഇതുപോലെ തന്നെ സംഘടിപ്പിക്കും. 1 ഇഞ്ച് SFI പുറകോട്ട് പോകില്ല. ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം, നമ്മുടെ മക്കളുടെ, ഈ കേരളത്തിലെ സാധാരണക്കാരുടെ മക്കൾ, കർഷക തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, പട്ടിണിപ്പാവങ്ങളുടെ, സാധാരണക്കാരുടെ മക്കൾക്ക് തുച്ഛമായി പഠിക്കാൻ കഴിയുന്ന വ്യവസ്ഥയിലുണ്ടാക്കിയ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസമാണ്, ഉന്നത വിദ്യാഭ്യാസമാണ്. ആ ഉന്നത വിദ്യാഭ്യാസത്തെ ഒന്ന് തകർത്ത് കളഞ്ഞ് കേരളത്തിനകത്ത് അങ്ങ് ഇറങ്ങി നടക്കാമെന്ന്, തെക്കുവടക്ക് നടക്കാം എന്നൊരു ഗവർണറും കരുതേണ്ടതില്ല. ഞങ്ങൾ ചോര കൊടുത്ത് സമരം ചെയ്തുണ്ടാക്കിയതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല. അതിനെ ചോര കൊടുത്തും ജീവൻ കൊടുത്ത് സംരക്ഷിക്കാൻ ഈ കേരളത്തിലെ SFIക്ക് അറിയാം. ആ പണി ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ഒരു സംശയം വേണ്ടതില്ല. VC എന്നത് ഈ രാജ്യത്തൊരു സ്റ്റാറ്റ്യൂട്ട് പദവിയാണ്. ആ സ്റ്റാറ്റ്യൂട്ട് പദവി സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ രാജ്ഭവനിൽ നിന്നോ RSSൻ്റെ നിന്ന് കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ചല്ല ഈ കേരളത്തിനകത്ത് VC പ്രവർത്തിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഈ കേരളത്തിലെ 4 VCമാർ ഇന്നലെ സേവാഭാരതിയുടെ പരിപാടിക്ക് പോയി. നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകർ മൈക്കുമായി പോയി ചോദിച്ചോ, നിങ്ങളിങ്ങനെ സേവാഭാരതിൻ്റെ പരിപാടിക്ക് പോകുന്നത് ശരിയാണോ? സംഘപരിവാരത്തിൻ്റെ പരിപാടിക്ക് പരസ്യമായി ഇറങ്ങി നടക്കുന്നവരായി കേരളത്തിലെ VCമാർ മാറുക. എവിടേക്കാണ് പോകുന്നത്? ആരോടാണ് ഇവർക്ക് കൂറ്? ആരോടാണ് പ്രതിബദ്ധത? കേരളത്തിലെ ഗവൺമെൻറ്റാണ് ശമ്പളം കൊടുക്കുന്നുള്ള നല്ല ധാരണ ഇവർക്കൊക്കെ വേണം. 6 ഏക്കർ ഗോവയിൽ നിന്ന് കെട്ടുകണക്കിന് പെട്ടിക്കകത്ത് കൊണ്ടുവന്ന പണത്തിൽ നിന്ന് എടുത്തിട്ടല്ല ഇവന്മാർക്കാർക്കും ഒറ്റൊരെണ്ണത്തിനും ശമ്പളം കൊടുക്കുന്നത്. അത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഫീസിൽ നിന്നും കേരളത്തിലെ മനുഷ്യരുടെ നികുതി പണത്തിൽ നിന്നും കൊടുക്കുന്ന ശമ്പളമാണ്. RSSന് മുന്നിൽ മുട്ടിനിരയാണ് ചാൻസലർ എന്ന് അദ്ദേഹം ഓർക്കേണ്ടത്. ചാൻസലർ അദ്ദേഹത്തെ ആരാണാക്കിയത്? അദ്ദേഹത്തിന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അദ്ദേഹം രാജ്ഭവനിലേക്ക് വന്ന് കയറിയപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തുവിട്ടതാണ് ചാൻസലർ പദവി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫ്രസ്ട്രേഷനൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം.
നിങ്ങൾ ഗോവയിൽ പോയി അന്വേഷിച്ചാൽ മതി. മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കുറേ നാൾ നടന്നതാണ് ആര്? രാജേന്ദ്ര അർലേക്കർ ഗോവയിൽ. അങ്ങനെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ഗോവൻ തീരത്തൂടെ തെക്ക് വടക്ക് നിരാശനായി അലഞ്ഞു നടന്നപ്പോഴാണ് ഇനി മോനെ നീ ഇനി മുഖ്യമന്ത്രിയാവണ്ട, നിനക്ക് ഞാൻ നല്ലൊരു പദവി തരാം എന്ന് പറഞ്ഞ് രാജ്ഭവനിലെ കസേരയെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ BJP ഗോവയിലെ BJPക്കാരോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, മുഖ്യമന്ത്രി കസേര കിട്ടാത്തതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ, കഴുത കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ കേരളത്തിൽ വന്നല്ല കരഞ്ഞു തീർക്കേണ്ടത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം കരയേണ്ടത് BJPയുടെ ഓഫീസിൽ പോയിട്ടാണ്. അല്ലാതെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇടയ്ക്ക് ഈ പണിയും കൊണ്ട് നടന്നാൽ അങ്ങനെ വെറുതെ വിടാനൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ഇത് പഴയ ഗവർണറെന്നോ പുതിയ ഗവർണറെന്നോ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. നയമാണ് പ്രശ്നം. രാജേന്ദ്ര അർലേക്കർ ഇവിടെ ഫ്ലൈറ്റ് വന്നിറങ്ങിയപ്പോൾ SFI കൊടിയും പിടിച്ച് സമരം ചെയ്യാൻ പോയോ? നിങ്ങൾ കണ്ടതല്ലേ? ഞങ്ങൾ പോയില്ലല്ലോ. ഞങ്ങൾ എപ്പോഴാണ് സമരത്തിലേക്ക് ഇറങ്ങിയത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണോ ആരിഫ് മുഹമ്മദ് ഖാൻ കൈപ്പിടിയിലാക്കാൻ ശ്രമിച്ചത്, സംഘപരിക്കാൻ ശ്രമിച്ചത്, ആ നടപടി സ്വീകരിക്കാൻ അയാൾ തയ്യാറായപ്പോഴാണ് ഞങ്ങൾ സമരത്തിലേക്ക് ഇറങ്ങിയത്. ആ നടപടിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ആ നടപടിയിൽ ഒരു ഇഞ്ച് പുറകോട്ട് പോകാൻ കേരളത്തിലെ മതനിരപേക്ഷവാദികളായ വിദ്യാർത്ഥികൾക്കാവില്ല. കാരണം ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ്. ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ അങ്ങനെ കാര്യങ്ങൾ കളിക്കാൻ ഗവർണറെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ സിൻഡിക്കേറ്റ് അടക്കം പിരിച്ചുവിടുവാനുള്ള ഒരു നടപടികളിലേക്ക് ഗവർണർ പോകുന്നു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എല്ലാ നടപടിയും ജനാധിപത്യ വിരുദ്ധമാണല്ലോ. ഒരു നടപടിയെ മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് എന്ത് അധികാരം ഉണ്ടായിട്ടാണ് അനാവശ്യമായി ഇത്തരം ഇടപെടൽ നടത്തുന്നത്? ചാൻസലർ എന്നത് സ്വാഭാവികമായി കേരളത്തിൻ്റെ നിയമസഭ അദ്ദേഹത്തിന് അധിക അവകാശമാണ്. ഇനി ഗവർണർ പദവി തന്നെയോ? എന്താ ഗവർണർ പദവിയെ പറ്റി ഭരണഘടനയെ പറയുന്നത്? ഇറ്റ്സ് എ സെറിമോണിയൽ പോസ്റ്റ്, ഇറ്റ്സ് നോട്ട് ആൻ എക്സിക്യൂട്ടീവ് പോസ്റ്റ്. ഒരു സെറിമോണിയൽ പദവിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. സെറിമോണിയൽ പദവി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആലങ്കാരികമായ പദവി എന്നാണ്. അങ്ങനെ ആലങ്കാരികമായി തനിക്കില്ലാത്ത അധികാരം ഉപയോഗപ്പെടുത്തിയാണ് ഒരു എക്സിക്യൂട്ടീവ് അധികാരം ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അങ്ങനെ എക്സിക്യൂട്ടീവ് അല്ല ഗവർണർ എന്ന് അദ്ദേഹം ബോധ്യപ്പെടുന്ന ഒന്നാവും. സർവകലാശാല ആരുടെയാണ് മാഡം? സർവകലാശാല ആരുടെയാണ്? ഈ സർവകലാശാലകൾ ആരുടെയാണ്? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഈ സർവകലാശാലകൾ ഞങ്ങളുടേതാണ്, ഞങ്ങൾ വിദ്യാർത്ഥികളുടെയാണ്. ഞങ്ങൾക്ക് വേണ്ടിയാണ് സർവകലാശാല. ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഫയലുകൾ ഇവിടെ മേശപ്പുറത്ത് കെട്ടിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ കയറി നോക്കണം. നിങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, പല ഫയലുകളും കെട്ടിക്കിടക്കുന്ന കഥ നിങ്ങൾ വലിയ വാർത്തകളായി കൊടുക്കാറുണ്ടല്ലോ. ഈ കേരള സർവകലാശാല VCക്ക് മുന്നിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളെ പറ്റി നിങ്ങൾ ഒരു വേള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? കെട്ടിക്കിടക്കാണ്. ഞങ്ങളല്ലാതെ മറ്റാരാ ചോദിക്കുക? ഞങ്ങൾ VCയുടെ ഓഫീസ് വിരോധിക്കാണ് തീരുമാനിച്ചത്. ആ സമരമാണ് ഞങ്ങൾ നടത്തിയത്. ഇനി VC ഇവിടെ കയറ്റാതിരിക്കാൻ വേണ്ട സമരമാണ് ഞങ്ങൾ നടത്താൻ. എന്തിനാണ് VC പേടിക്കുന്നത്? നേരായ വഴിക്ക് ജനാധിപത്യപരമായി നീങ്ങുന്ന ഏതെങ്കിലും മനുഷ്യർ കേരളത്തിൽ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? കള്ളത്തരം കാണിക്കുന്നവരും കൊള്ളക്കാരുമാണ് കേരളത്തിൽ പേടിക്കേണ്ടത്. അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും അല്ലേ? കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവാം ഗവർണർക്ക് VCക്ക് പേടിക്കേണ്ടി വരുന്നത്. ആ പേടി നല്ലതാണ്. കള്ളത്തരം കാണിക്കുന്ന VCക്ക് ഒരല്പം പേടിയൊക്കെ നല്ലത്. ആരെങ്കിലും പേടി വേണമല്ലോ. ആരെയും പേടിക്കില്ല എന്ന ഭാവത്തിൽ മുഖംമൂടി അണിഞ്ഞിട്ടാണ് നടക്കുക. മുഖംമൂടി ഊരുമ്പോൾ കരയും. നിങ്ങളെ കാണുമ്പോൾ നല്ല ധൈര്യത്തിലാണ്. നിങ്ങളോട് മാറിയിട്ട് പറയുന്നത്, അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ, അയ്യോ പോലീസുകാരെ ഒന്നോടി പറഞ്ഞേ, SFIക്കാരെ ഞങ്ങളെ പൊക്കിക്കൊണ്ട് പോകുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങളാരും ഇവരെ പൊക്കിയെടുത്തൊന്നും പോകാൻ പോകുന്നില്ല. ഞങ്ങളങ്ങനെ ഈ VC ഒന്നും പൊക്കിയെടുത്തോണ്ട് പോകുമ്പോൾ പക്ഷേ ഞങ്ങൾ ജനാധിപത്യ സമരം ചെയ്യും. അവർ പോലീസിന് തന്നെയാണല്ലോ ഇപ്പോൾ കേരളത്തിലൊക്കെ നടക്കുന്നത്. VC ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പുറപ്പെടുമ്പോൾ പോലീസിനെ വിളിക്കും. പോലീസെ ഒന്ന് കാത്തോളനെ, SFIക്കാർ അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ അവരെ ഒന്നും ആക്രമിക്കാൻ പോകുന്നില്ല. പക്ഷേ ഞങ്ങൾ ജനാധിപത്യപരമായ സമരത്തിൻ്റെ ചൂട് അവരറിയും. അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അറിയും. ഞങ്ങൾ അതിശക്തമായ സമരം നടത്തും. അതിനകത്തെല്ലാം ഉണ്ടല്ലോ. ഇന്ന് സമരം നിങ്ങൾ കണ്ടല്ലേ? അതിശക്തമായ സമരം ഈ കേരളത്തിൻ്റെ തെരുവോരങ്ങൾക്കകത്ത് ഈ വിദ്യാഭ്യാസ മേഖലയിലെ സംഘപരിവാർക്കത്തിന് ഉയർന്നു വരും. ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിലാണ് നിരക്കണം. നിങ്ങൾ കണ്ടല്ലോ, കേരളത്തിലെ പൊതുവിപ്ലവ പ്രസ്ഥാന സംസ്ഥാന സെക്രട്ടറി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഈ വേദിയിലേക്ക് വന്നു. ഇതാണ് കേരളത്തിൻ്റെ മനസ്സ്. കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുകയാണ്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ സമരത്തിന് ഐക്യദാർഢ്യപ്പെടുക. കാരണം അവരുടെ ജീവിത പ്രശ്നം കൂടിയാണ്, വിദ്യാഭ്യാസ പ്രശ്നമാണ്, അവരുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന പ്രശ്നമാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചിട്ടാണ് RSS കളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭരണഘടനാ ലംഘനവും സ്റ്റാറ്റ്യൂട്ട് ലംഘനവും നടത്തിയ VC രാജിവെക്കണം എന്ന മുദ്രാവാക്യമാണ് ഞങ്ങൾ ഈ സമരത്തിൽ വരുന്നത്.